ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ മേടിച്ച കാലാപ്പാടി മാവ് നമ്മളിതേ കുഴിച്ചിടാൻ പോവുകയാണ്. 1.5 അടി താഴ്ച വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ നല്ല ഹെൽപ്പിംഗ് മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ അതിലിടാനുള്ളത് ചപ്പ് ചവറുകൾ, കമ്പോസ്റ്റ്, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുഴിച്ച് നോക്കുമ്പോഴാണ് വിധ അറിയുന്നത്. ഞങ്ങൾ വല്ല നിധി ഉണ്ടാകുന്ന വെച്ചിട്ട് നോക്കിയതാണ്, പക്ഷേ അത് കല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ കല്ലൊക്കെ പറക്കിയെടുത്ത് അതിൽ നിറയെ ചപ്പ് ചവറിട്ടു, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം പറക്കിയിട്ടു. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മേഡം കുറച്ച് കൂൺ കൃഷി ചെയ്യണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വേസ്റ്റുകൾ, ആളതിന് വേണ്ടി കൊണ്ടുവച്ച വേസ്റ്റുകൾ അത് ഇട്ടു. അതൊന്ന് ഇടിച്ച് പൊളിച്ചിട്ടു. പിന്നെ നമ്മൾ 3 മാസം മുമ്പ് ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടിയിലാക്കിയിട്ടായിരുന്നു. അപ്പോൾ അതും അതിൽ ഫുള്ളാക്കിയിട്ടു. പിന്നെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വേസ്റ്റുകളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാവിൻ്റെ സ്റ്റിക്കർ പൊട്ടിച്ച് അതിൻ്റെ കവറും പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പുതിയ വീട്ടിൽ ഒരു മാവിൻ തൈയാണ് വെക്കണത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ മാവിൻ തൈ നല്ല ദീർഘായുസ്സായിട്ടും ആഫിയത്തോട് കൂടിയിട്ടും ഇരിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും വരുമ്പോൾ 2 മാങ്ങയെങ്കിലും തരാനുള്ള ഭാഗ്യം കിട്ടണം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇനിയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഡ്രമ്മിലാണ്. അപ്പോൾ മണ്ണിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണത് ഒരു പരിപാടിയാണിത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.